ഇൻകം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യാൻ നമ്മൾ തുടങ്ങുകയാണ്. അതിനാദ്യം വേണ്ടത് എന്താണ്? നമസ്കാരം, രാകേഷ് ദ കൺസൾട്ടന്റ്. ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ഇൻകം പൈപ്പ് ലൈനിനെ കുറിച്ചായിരുന്നു. എങ്ങനെയാണ് ഇൻകം പൈപ്പ് ലൈൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് സംസാരിച്ചത്. ഇനി നമ്മൾ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഇൻകം പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യുന്നതിന് ആദ്യം വേണ്ടത് എന്താണ്? ഫ്രം ദ സ്ക്രാച്ച് എന്ന് എപ്പോഴും പറയാറുള്ളത് പോലെ, ഇപ്പോൾ നമുക്കൊന്നുമില്ല, ഇപ്പോൾ നമ്മൾ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഇപ്പോഴുള്ള സാഹചര്യമോ ജോലിയോ അവസരങ്ങളോ എന്തും ആയിക്കോട്ടെ, അതിനെല്ലാം നോർമലി വിട്ടുകൊണ്ട് നമുക്ക് ഒരു പുതിയ ഇൻകം പൈപ്പ് ലൈൻ, ടാപ്പ് തുറന്നാൽ വെള്ളം വരുന്ന 24 hour വെള്ളം വരുന്ന തരത്തിലുള്ള പൈപ്പ് എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു, അതുപോലെ ഇൻകം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യാൻ നമ്മൾ തുടങ്ങുകയാണ്. അതിനാദ്യം വേണ്ടത് എന്താണ്? അതിനാദ്യം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. മൈൻഡ് സെറ്റ് ഷിഫ്റ്റിനെ കുറിച്ച് ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പോലും വീണ്ടും പറയുകയാണ്. ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിൽ നിന്നും ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു വഴിയോര കച്ചവടക്കാരൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നതുപോലെ ഒരു ബിസിനസ്സിനെ കുറിച്ച്, ആ ബിസിനസ് റൺ ചെയ്ത് അതിൻ്റെ എക്സ്ട്രീമിലേക്ക് എത്തിക്കാനും അതിന്ന് എക്സിറ്റ് എടുക്കാനും കഴിയുന്ന തരത്തിൽ മനസ്സിനെ രൂപപ്പെടുത്തി ഒരു ബിസിനസ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ ആദ്യം വർക്ക് ചെയ്യേണ്ടത് മൈൻഡ് സെറ്റിലാണ്. ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിൽ നിന്നും, പ്രത്യേകിച്ചും ഈ വീഡിയോ കാണുന്ന മലയാളികളായതുകൊണ്ട് പറയുകയാണ്, ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള വൈറ്റ് കോളർ ജോബ് പ്രതീക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മൈൻഡ് സെറ്റിൽ നിന്നും ഒരു ബിസിനസ്സുകാരനാവാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനെ നമുക്ക് അബണ്ടൻസ് തിങ്കിങ് എന്ന് വിളിക്കാൻ വേണമെങ്കിൽ. അബണ്ടൻസ്, സമൃദ്ധി. ഏറ്റവും കൂടുതൽ, ഏറ്റവും സമൃദ്ധിയായിട്ട് പണമാണെങ്കിലും അവസരങ്ങളാണെങ്കിലും വേദിയാണെന്നുണ്ടെങ്കിലും ആളുകളുടെ ബഹുമാനമാണെങ്കിലും ഒക്കെ നമുക്ക് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അത് മരണം വരെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബിസിനസ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്കാണ്. നിലവിൽ അവർ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും ആ ബിസിനസ്സുകാരൻ എന്ന പേര് വന്നിട്ടുള്ള വ്യക്തികൾക്കാണ് ഇന്ന് സമൂഹം വില നൽകുന്നത്, അല്ലെങ്കിൽ ആ ബഹുമാനം നൽകുന്നത്. അതിന് അബണ്ടൻസ് തിങ്കിങ്ങിലേക്ക് മാറുക, സമൃദ്ധിയിൽ ആവുക, സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുക. സമൃദ്ധിക്ക്, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സമൃദ്ധിക്കും ഞാനും അവകാശിയാണ്, അല്ലെങ്കിൽ ഞാനും അതിന് ഉടമയാണ് എന്ന ചിന്തയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അബണ്ടൻസ് തിങ്കിങ്ങിലേക്ക് മാറുക. രണ്ടാമതാണ് വാല്യൂ ക്രിയേഷൻ. എന്താണ് വാല്യൂ ക്രിയേഷൻ? ഒരു പ്രോഡക്റ്റും ഒരു സർവീസും ഒരു വസ്തുവും ഒരു സേവനങ്ങളും പകരത്തിന് പകരമല്ലാതെ, അല്ലെങ്കിൽ ഒരു ബൈ പ്രോഡക്റ്റ് ഇല്ലാതെ നമുക്ക് ലഭിക്കുന്നില്ല. നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്, ഓക്സിജൻ എടുത്ത് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, പക്ഷെ അതിന് പകരമായി നമ്മൾ എന്ത് കൊടുക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് തിരികെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന്, മറ്റുള്ളവരുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു എഫേർട്ട് ഉണ്ടോ, അതിനെയാണ് വാല്യൂ ക്രിയേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മാർക്കറ്റിൽ, ഈ പൊതുസമൂഹത്തിലെ ആളുകൾക്ക് വേണ്ട എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ടോ, അതിനെ ഹൈ എൻഡോ ആയിട്ട് സ്റ്റാർട്ടിങ് മുതൽ അവസാനിക്കുന്നത് വരെ ആ ഒരു വ്യക്തിക്ക് എന്താണോ ഒരു ആവശ്യം, ആ ആവശ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ കണക്ട് ചെയ്യാനോ നിങ്ങൾക്ക് ആ വ്യക്തിയുമായി കണ്ടുമുട്ടുമ്പോൾ തൊട്ട് കഴിയുമെങ്കിൽ അതാണ് വാല്യൂ ക്രിയേഷൻ. ഇൻകം എപ്പോഴും നമ്മൾക്ക് ഉണ്ടാകുന്ന ഇൻകവും നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻകവും നമ്മളിലേക്ക് വന്നു ചേരുന്ന പണവും ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ കൊടുക്കുന്ന സർവീസുമായോ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സമയം ഒരു സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുന്നുണ്ടോ എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുണ്ടാവും. നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, എത്രത്തോളം പ്രശ്നങ്ങളെ നമ്മൾക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നോ അത്രത്തോളം പണം, ഇൻകം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അത്. ഉദാഹരണമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വ്യക്തിക്ക് മാത്രമേ സർവീസ് നൽകുന്നുള്ളൂ എന്ന് വയ്ക്കുക. ആ ഒരു വ്യക്തിയിൽ നിന്ന് എത്ര സർവീസ്, ആ ഒരു സർവീസിന് നിങ്ങൾക്ക് എത്ര വാങ്ങിക്കാൻ കഴിയും? അതേസമയം നിങ്ങളൊരു 100ൽ കൂടുതൽ ആളുകൾക്ക് ഒരു സർവീസ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 100 പേരും പേയ്മെന്റ് നമുക്ക് തരുമ്പോൾ എത്ര ഇൻകമായി?
ഇതേ സാധനം ഇനി പ്രീമിയം സെല്ലിങ്ങിലേക്ക് പോകുമ്പോൾ ഒരൊറ്റ വ്യക്തിക്ക് വിറ്റാൽ മതി. എന്ത് സർവീസ് ആണെങ്കിലും ഗുഡ്സ് ആണെങ്കിലും എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ഒരേ ഒരു വ്യക്തിക്ക് വിറ്റാൽ മതി. പക്ഷേ ആ ഒരു വ്യക്തി അത്രയും പണം മുടക്കി നമ്മളിൽ നിന്നും വാങ്ങിക്കണമെങ്കിൽ നമ്മൾ അത്രയും പ്രീമിയം ആയിട്ടുള്ള സർവീസ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം സർവീസ് നമ്മൾ ആളുകളിലേക്ക് പബ്ലിക്കിന് കൊടുക്കുന്നുണ്ടോ എന്നതിന് ആനുപാതികമായിട്ടായിരിക്കും നമ്മൾക്ക് ലഭിക്കുന്ന ഇൻകം എന്നുള്ളത്. മൈൻഡ് സെറ്റിലെ മൂന്നാമത്തെ പോയിന്റാണ് കൺസിസ്റ്റൻസി. ഈവൻ നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്ന വീഡിയോ ആണെങ്കിൽ പോലും തുടർച്ചയായി എല്ലാ ദിവസവും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് എങ്കിലും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെയാണ് എന്തൊരു പ്രോഡക്റ്റും നിങ്ങൾ എന്ത് സർവീസും നിങ്ങൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിലും കച്ചവടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സ്ഥാപനം തുറന്നിരിക്കണം, ആ സർവീസുമായി നിങ്ങൾ മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം, തുടർച്ചയായിട്ട് അത് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ഇത് ഇൻകം പൈപ്പ് ലൈൻ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് മൈൻഡ് സെറ്റ് മെത്തേഡ് എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്ത് സംസാരിച്ചത്. ഒന്നുകൂടി പറയാം, അബണ്ടൻസ് തിങ്കിങ്, വാല്യൂ ക്രിയേഷൻ, കൺസിസ്റ്റൻസി. എന്ത് പ്രവൃത്തിയിലാണോ ഏർപ്പെടുന്നത് ആ പ്രവൃത്തിയിൽ തുടർച്ചയായി നമ്മൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, വിജയം വരെയും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഉറപ്പുവരുത്തേണ്ട കാര്യവും അതുതന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു. രാകേഷ്, ദ കൺസൾട്ടൻറ്റ്.